MGR, ശിവാജി ഗണേശൻ, ജയലളിത, കമൽഹാസൻ, രജനീകാന്ത് അങ്ങനെ ഓരോ കാലത്തും അവരുടെ ഹൃദയം കവർന്ന താരങ്ങൾ മാറി മാറി. പുതുതലമുറ ഇക്കാര്യത്തിൽ പിന്നോട്ടല്ല. അജിത്തും സൂര്യയും നയൻതാരയും ധനുഷും തൃഷയും എല്ലാം അവരുടെ സ്വന്തം ആളുകൾ. പക്ഷേ ആരാധകർ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന, അണ്ണനെന്ന് മനസ്സ് നിറഞ്ഞു വിളിക്കുന്ന, ഓരോ സിനിമ റിലീസാകുമ്പോഴും സ്വന്തം വീട്ടിലെ ആരോ അഭിനയിച്ച സിനിമ പോലെ കൊണ്ടാടുന്ന ഒരു നടനെ. അയാളുടെ പേര് ജോസഫ് വിജയ് ചന്ദ്രശേഖർ. തമിഴ് സിനിമാ ചരിത്രത്തിൽ രജനീകാന്ത് കഴിഞ്ഞാൽ ഏറ്റവും ജനപ്രീതി നേടി തമിഴ് മക്കളുടെ ഇളയത്. 1974 ജൂൺ 22-നാണ് S.A. ചന്ദ്രശേഖറിന്റെയും ശോഭ ചന്ദ്രശേഖറിന്റെയും മകനായി അന്നത്തെ മദ്രാസിൽ വിജയ് ജനിക്കുന്നു. വിജയുടെ അച്ഛൻ ഒരു സംവിധായകനും നിർമ്മാതാവുമായി. അമ്മയാകട്ടെ പിന്നണി ഗായികയും കർണാട്ടിക് സംഗീതജ്ഞ. വിദ്യാ ചന്ദ്രശേഖർ എന്ന ഒരു അനിയത്തി വിജയ്ക്കുണ്ടായിരുന്നെങ്കിലും 2 വയസ്സുള്ളപ്പോൾ ആ കുഞ്ഞ് മരിച്ചുപോയി. ഒരുപാട് സംസാരിക്കുന്ന കുഞ്ഞു വിജയ് അധികം ബഹളങ്ങളൊന്നുമില്ലാത്ത, ആരോടും കൂടുതൽ സംസാരിക്കാത്ത വിജയിയായി മാറിയത് ഈ മരണത്തോടെ. അനിയത്തിയുമായുള്ള വിജയുടെ ബന്ധം അത്ര തീവ്രമായി. അച്ഛൻ സംവിധായകനായതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ വിജയ് സിനിമാ ലോകത്തേക്ക് കടന്നു. പഠനത്തെക്കാൾ വിജയ് ഇഷ്ടപ്പെട്ടതും സിനിമയെയാണ്. വിജയ് സിനിമകളും അദ്ദേഹത്തിന്റെ അഭിനയവും എല്ലാം വിമർശിക്കപ്പെടുന്നതും പതിവാണ്. പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിജയ് തിയേറ്ററുകളിൽ ഉണ്ടാക്കുന്ന ഓളം വിമർശകർക്ക് പോലും വിസ്മരിക്കാനാവുന്നത്. 49 വയസ്സുള്ള ഒരു മനുഷ്യൻ ഒരു വലിയ കൂട്ടം യുവാക്കളെ ഇത്രമേൽ ത്രസിപ്പിക്കുന്നുണ്ടെങ്കിൽ, പ്രായഭേദമില്ലാതെ അയാളെ മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു നടൻ വെറുതെ നിൽക്കുന്നത് പോലും ഉത്സവമായി മാറുന്നുണ്ടെങ്കിൽ, അത് കാണുന്നവർ കൊണ്ടാടുന്നുണ്ടെങ്കിൽ, പിന്നെ വിമർശകർക്ക് അവിടെ എന്ത് സ്ഥാനമില്ലേ? പ്രിയപ്പെട്ട വിജയ്, ഇനിയും നിങ്ങൾ ഒരുക്കാൻ പോകുന്ന ഉത്സവങ്ങൾ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്.